പുള്ളിക്കാരൻ്റെ ആ കണ്ണിലുണ്ട് എന്ത് ഇമോഷനാണ് ഉള്ളിലുള്ളതെന്ന് ആ കണ്ണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ. സെയിം പടം തന്നെ, കുറേ വരുന്നു, ആൾക്കാരെ കൊല്ലുന്നു, ഇടിക്ക് വേണ്ടി കുറേ ഒരു പടം ഉണ്ടാക്കി വെച്ചു. സ്ഥിരം പാറ്റേൺ ഓഫ് ആണ് റിവെഞ്ചും അതിൻ്റെ പറ്റിയുള്ള ഫാമിലി റിവെഞ്ച് മൂവിയാ, സീരിയലല്ലേ അത്. ജോജുവിൻ്റെ ഫാനാണ്. പക്ഷേ ഷാജി കൈലാസിൻ്റെ ഒരു അടിപ്പടം കാണണം എന്നുള്ളവർക്ക് കാണാം, അല്ലാതെ പ്രത്യേകിച്ച് ജോർജിൻ്റെ ആക്ഷൻസ് എനിക്കത് വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കാനേ തോന്നുന്നു. രക്ഷയില്ല, സൂപ്പർ പടം. ആ ഇടിക്കാൻ കാണാൻ ആ മുഖത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്തിനേ. ജോജുവിൻ്റെ അഭിനയവും കണ്ണ് എൻ്റെ പൊന്നി ആൾ അഭിനയിക്കല്ല. ചില സീക്വൻസിലൊക്കെ കാണുമ്പോഴത്തേക്ക് കാട്ടിലെ രാജാവ് അങ്ങ് ഇറങ്ങി വന്ന് ഇന്ന് അടി കൂട്ടുന്ന കൂട്ട പോലെ ഉണ്ട്. അതിൽ രണ്ടുമൂന്ന് എന്താ പറയുക ജോർജിനെ കൊണ്ടുവന്ന് ഇംഗ്ലീഷുകാരെയും കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും, ഒരിക്കലും ഇല്ല. ആക്ഷൻ സിനിമകളുടെ രാജാവായ ഷാജി കൈലാസും ഒപ്പം ജോജു ജോർജും ഒന്നിക്കുമ്പോൾ ഇന്ന് റിലീസായിരിക്കുന്ന വരവ് എന്ന ചിത്രം ഒരു മാസ് ആക്ഷൻ എൻ്റർടൈനർ ആണെന്ന പ്രതീക്ഷയിലാണ് ജോജു ജോർജിൻ്റെ ഫാൻസ് ഒന്നടങ്കം. നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു സിനിമ, ഒരു മാസ് ത്രില്ലറാണോ, തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. സത്യസന്ധമായി പറഞ്ഞാൽ ഷാജി കൈലാസിൻ്റെ ഒരു പടത്തിന് കണ്ടിന്യൂറ്റി മാത്രം നമ്മൾ പ്രതീക്ഷിച്ച് വന്നതിൽ ഒന്നുമില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. തിരിച്ചുവരവല്ല, ഞാൻ പറഞ്ഞത് അത് തന്നെ. പടുകുഴിയിലേക്ക് പോയൊരു രീതിയാണ് പോയേക്കുന്നത്, 100%. ഒന്നുമില്ല, കാരണം ജോജുവിൻ്റെ പടങ്ങൾ ഏതെല്ലാം പടങ്ങളുണ്ട്, സെയിം പടം തന്നെ, കുറേ വരുന്നു, ആൾക്കാരെ കൊല്ലുന്നു, ഇടിക്ക് വേണ്ടി കുറേ ഒരു പടം ഉണ്ടാക്കി വെച്ചു. അതിൽ കുറേ കറുത്ത വർഗ്ഗക്കാരെയും കൊണ്ടുവന്നിട്ട് അവസാനം ഒരു അടി. ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പടം വിജയിക്കുന്നു. അതൊക്കെ നല്ല പടങ്ങളെന്ന് പറയാം. ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐസോണിൽ ഞാൻ പടം ഇരുന്ന് ഇറങ്ങി വന്നത് 100%. അതിക്കുള്ളിലൊന്നും ചെയ്യാനില്ല. ആക്ഷൻ സീക്വൻസ് എല്ലാം ഓക്കെയാണ്, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലേ. ഈ പടങ്ങൾ കണ്ട പടങ്ങൾ തന്നെ കഥയും തിരക്കഥയും അതേ കണക്കൊന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ ലാക്കുന്നതിന് ഇത് വേണ്ടേ, പുതുമയില്ല, എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ. അടിക്ക് വേണ്ടി ഒരു പടം, അതിൽ രണ്ടുമൂന്ന് എന്താ പറയുക ജോർജിനെ കൊണ്ടുവന്ന് ഇംഗ്ലീഷുകാരെയും കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും, ഒരിക്കലും ഇല്ല. മോളെ BGM ആയാലും BCK ആയാലും കൊള്ളാം, എല്ലാ പടത്തിലും ഉള്ളത് തന്നെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനെ കൊണ്ടാ. നോ, ഒരു 10% പോലും ഞാൻ ഫീലിംഗ് അല്ല. പടം കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പടമാണ്. പിന്നെ അത് മെയിൻലി ഇമോഷണലി ഡ്രാമ അങ്ങനത്തെ പടമാണ്. ഇപ്പോൾ ഉള്ളി ആക്ഷൻ കാര്യങ്ങളൊക്കെയാണ്, അല്ലാണ്ട് എടുത്തു പറയത്തൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓട്ടോമാറ്റിക് ഒരു 5-6 ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഫൈറ്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം, മ്യൂസിക് അത്യാവശ്യം കൊള്ളാം. പിന്നെ സ്ഥിരം പാറ്റേൺ ഓഫ് ആണ് റിവെഞ്ചും അതിൻ്റെ പറ്റിയുള്ള ഫാമിലി റിവെഞ്ച് അതൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. കഥയ്ക്ക് വലിയ പ്രാധാന്യമായിട്ട് വലിയ തോന്നിയില്ല, നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേൺ ആണ്. പക്ഷേ ഈ പറഞ്ഞ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. മ്യൂസിക് എടുത്തു പറയേണ്ടായിരുന്നു, അത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓവറോൾ കുഴപ്പമില്ല എന്നുള്ളൂ. മൂവിയാ, സീരിയലല്ലേ അത്. സീരിയൽ ഇടയ്ക്കിരിക്കുന്ന ഒരു പടം, ഒരു സീരിയൽ കണ്ടിറങ്ങിയ ഒരു ഫീല്. ഷാജി കൈലാസിന്റെ സ്ഥിരം എലമെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല, മാസ് എലമെന്റ്സ് അങ്ങനത്തെ മാസം അങ്ങനെ ഓവർ മാസ്. ജോജുവിൻ്റെ ഫാനാണ്. പക്ഷേ പ്രതീക്ഷ അത്രയും വന്നൊന്നുമില്ല, അങ്ങനെ വലിയ കുഴപ്പമില്ല കണ്ടിരിക്കാം. അതെ, വൃത്തികേടൊന്നുമില്ല, നല്ല ഫിലിം. സ്റ്റണ്ട് കൊള്ളാം, അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ നന്നാക്കാന്ന് തോന്നുന്നു. സ്റ്റണ്ട് എന്തായാലും കിടിലമായിട്ടുണ്ട്. ഒരു അടിപ്പടം കാണാൻ വരുന്നവർക്ക്, പഴയ ഷാജി കൈലാസിൻ്റെ ഒരു അടിപ്പടം കാണണം എന്നുള്ളവർക്ക് കാണാം, അല്ലാതെ മുരളി ഗോപിയൊക്കെ ഒരു ടൈപ്പ് അത് തന്നെ. അതിൽ വലിയൊരു ഏതാ തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ സിനിമ കൊള്ളാം, അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ പടം. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ പൊളിച്ച്. ഇഷ്ടപ്പെട്ടോ? ആക്ഷൻ എല്ലാം ഓക്കെയാണ്. ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റുമോ? എല്ലാത്തിനും ഓക്കെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെന്റ് എന്താണ് മൂവിയിൽ? അതിൻ്റെ ഫൈറ്റ് സീനെല്ലാം ഓക്കെ. സിനിമ കുഴപ്പമില്ല, ജോർജ് ജോർജാണ് ആവറേജ് ആണ്. പിന്നെ മുരളി ഗോപി നല്ലൊരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റണ്ട് എന്ന് പറയണത് ഒരു 1.5 സ്റ്റണ്ട് ചെയ്യാനായിട്ടാണ്. ഓരോ ഇടിയെന്ന് പറയണതും നമുക്ക് ഇട നമ്മളെ മുഖത്തൊന്നും ഇടിക്കും പോലെയാണ്. ആ ഇടിക്കാൻ കാണാൻ ആ മുഖത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്തിനേ. നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ മുത്തുണ്ട് ബൈജോണിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കിടിലൻ സാധനങ്ങളാണ് അടിക്കുന്നത് കംപ്ലീറ്റ്. പിന്നെ സ്റ്റോറിയൊന്നും നമുക്ക് ലാഗ് അടിക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും കുഴപ്പമില്ല, ആവറേജ് പടമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മൂവി അടിപൊളി. ജോജുവിൻ്റെ അഭിനയവും കണ്ണ് എൻ്റെ പൊന്നി ആൾ അഭിനയിക്കല്ല, ആള് ജീവിക്കുകയാണ്. ഓരോ സിനിമയിലിട്ട് അങ്ങ് ആ ജോസഫ് സിനിമ തൊട്ടേ നമുക്കറിയാമല്ലോ. അതോടൊപ്പം ഈ മൂവി കിടുക്കിയാണ്, ഒരു രക്ഷയില്ല. ഫൈറ്റ് അടിപൊളി. നമുക്കറിയാം ജോജു ചേട്ടൻ്റെ ഫൈറ്റ് സീനൊക്കെ നമുക്കിങ്ങനെ ഗൂസ് ബംസ് അടിച്ച് തിയേറ്റർ ആകെ ഒരു ഓളം പിടിച്ചൊരു മൂവിയായി. അടിപൊളി പടം, എല്ലാവരും കാണണം, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ക്യാമറ ക്വാളിറ്റിയൊക്കെ ഇനി എന്താ പറയുക, അതെല്ലാം നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ അടിപൊളിയാണ്. നല്ല സിനിമയായിരുന്നു. എന്താണ് ഏറ്റവും ഇഷ്ടം? ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്,
വളരെ നല്ല രീതിയിൽ തന്നെ പോയിരിക്കണം. പ്രത്യേകിച്ച് സസ്പെൻസ് അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ പ്രതികാരം തീർക്കുന്നു, അത്രേ ഉള്ളൂ. ഷാജി കൈലാസിന്റെ പഴയ പടങ്ങളൊക്കെ ഓർമ്മ വരുന്ന ആ ഒരു അത്ര ഇതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരു സാധാരണ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് നല്ലതായിരുന്നു. ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലതായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് സിനിമയിൽ? ഫൈറ്റ് ആണോ അതോ ഡയറക്ഷൻ ആണോ? ഫൈറ്റൊക്കെ നന്നായിട്ടുണ്ട്, ഡയറക്ഷനും കുഴപ്പമില്ല. ജോജു ജോർജ് ഫാനാണോ? ഇഷ്ടപ്പെട്ടു. ജോജു ജോർജ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. 2.5 മണിക്കൂർ അടിപൊളിയായിട്ടും അങ്ങനെ അങ്ങ് കണ്ടിരുന്ന് പോകാൻ തോന്നും. കാരണം ജോജു ജോർജ് എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ ആക്ഷൻ സീക്വൻസ് എത്രമാത്രം എക്സ്ട്രീം ലെവലാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. നല്ല ആ ഒരു പുള്ളിക്കാർ ആ ഒരു അത് വെച്ചിട്ട് ചില സീക്വൻസിലൊക്കെ കാണുമ്പോഴത്തേക്ക് കാട്ടിലെ രാജാവ് അങ്ങ് ഇറങ്ങി വന്ന് ഇന്ന് അടി കൂടുന്ന കൂട്ട പോലെ ഉണ്ട്. അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു മൂവി കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് പൊതുവേ ഈ ആക്ഷൻ സീക്വൻസൊക്കെ ഇഷ്ടമുള്ള ആ കൂട്ടത്തിലാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ത്രില്ലിങ് ആക്ഷൻസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഈ മൂവി എന്തായാലും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കി കോ ആക്ടേഴ്സായിട്ടുള്ള അഭിമന്യു തിലകൻ, പുള്ളിക്കാരൻ ഈ വില്ലൻ വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ജനിച്ചതുപോലെ തന്നെയാണ്. കാരണം ഫുള്ളും നല്ല രീതിയിലുള്ള വില്ലത്തനമാണ്. എന്തോ ഒരു ചെറിയൊരു ഇഷ്ടമെന്നല്ല, ഒരു ചെറിയൊരു കാര്യം മാത്രമേ പുള്ളിക്കാരൻ ഈ ഒരു സിനിമയിൽ നല്ലതായിട്ട് ചെയ്തിട്ടുള്ളൂ. മറ്റേ മാർക്കോവിനെ അപേക്ഷിച്ച് വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കാര്യം മാത്രമേ നല്ലതായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഹസ്ബൻഡും വൈഫും ബാബുരാജും വാണി വിശ്വനാഥും ഒക്കെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആദ്യത്തെ പകുതിക്ക് ബാബുരാജാണെങ്കിൽ അവസാനത്തെ സെക്കൻഡ് ഹാഫിൽ വാണി വിശ്വനാഥായിരുന്നു കൂടുതലും അടുത്തത്. നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ സൂപ്പറായിരുന്നു മൂവി കണ്ടുകൊണ്ടിരിക്കാൻ, സൂപ്പറായിരുന്നു. പഴയ സ്ഥിരം ഷാജി കൈലാസ് മൂവികളെ പോലെ തന്നെയായിരുന്നു അതോ ആ ഒരു പഴയ മാസ് എലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ? അത് മാസ് എലമെൻറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് മാസ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ആക്ടേഴ്സിനെ യൂട്ടിലൈസ് ചെയ്തു, അവരുടെ കാലിബർ എന്താണെന്ന് നോക്കി അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോജു ജോർജിൻ്റെ ആക്ഷൻസ് എനിക്കത് വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കാനേ തോന്നുന്നുള്ളൂ. ഫാനാണ്, പിന്നല്ല, അത് ഉറപ്പാണ്. കാരണം പുള്ളിക്കാരൻ്റെ ആ കണ്ണിലുണ്ട് എന്ത് ഇമോഷനാണ് ഉള്ളിലുള്ളതെന്ന് ആ കണ്ണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു, കണ്ടിരിക്കാൻ തോന്നി.